ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്ന് SCERTയിലെ 2 ചാപ്റ്റേഴ്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സൗരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററുമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിന്റെ ഒരു ഇൻട്രോ ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. 7ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഇത് രണ്ടും, നവകേരള സൃഷ്ടിക്കാൻ പിന്നെ സൗരയുദ്ധത്തിന്റെ ചാപ്റ്ററും. അപ്പോൾ ഈ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഒരുപാട് ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് നവോത്ഥാന നായകന്മാര് വന്ന് അതൊക്കെ എന്നേക്കുമായിട്ട് ഈ ഒരു സമൂഹത്തിൽ നിന്നിട്ട്, അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കപ്പെടുകയും അവിടെ പുതു ഉണർവ് അതായത് മനുഷ്യർക്ക് പുതിയൊരു ജീവിതം നൽകുകയും ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞ് ഈ ചാപ്റ്ററിന് പേരിട്ടിട്ടുള്ളത്. അതായത് പുതിയൊരു കേരളത്തിന്റെ സൃഷ്ടി, അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഇതിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയില് അദ്ദേഹം എഴുതപ്പെട്ട, അതായത് ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയില് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാപ്റ്റർ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെയുണ്ടല്ലോ ജാതി കോമരങ്ങൾ. എങ്ങനെ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെയുണ്ടല്ലോ ജാതി കോമരങ്ങൾ. ഇത് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഈ തൊട്ടുകൂടായ്മയെ പറ്റിയിട്ടും ജാതിയുടെ ജാതി വ്യത്യാസങ്ങളെ പറ്റിയിട്ടും മതവ്യത്യാസങ്ങളെ പറ്റിയിട്ടും അങ്ങനെ ഓരോന്നാണ്. അതായത് ഡിസ്ക്രിമിനേഷൻ, മറ്റുള്ളവരെ മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരു ഇതിനെ പറ്റിയിട്ട് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കുമാരനാശൻ ഈ ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള കവിത എഴുതിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നതിനാൽ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകനാണ് വിവേകാനന്ദ. അപ്പൊ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിവേകാനന്ദ. എന്തിനാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? കാരണം ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും, അതായത് പലവർക്കും ജാതിയുടെ പേരിലൊക്കെ, അത് ഇന്നും ഉണ്ടല്ലോ, ജാതിയുടെ പേരും പറഞ്ഞ് പലവർക്കും അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, നിഷേധിക്കപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഒന്നും തുടച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും അതിനൊരു പരിധി വരെ ഇവർക്കൊക്കെ അറുതി വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പല സമരങ്ങളും പല സംഘടനകളും ഒക്കെ രൂപീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപേ ഉള്ള ഒരു 2 ഇൻട്രോളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വൈകുണ്ഠ സ്വാമികളെ പറ്റിയിട്ട് പഠിക്കണം. ആദ്യത്തെ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമി ജനിച്ചത് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ശാസ്താംകോയിൽ എന്ന് പറയുന്ന ഇടത്താണ് വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് ശാസ്താംകോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാന് കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഉയർന്ന ജാതിയിൽപ്പെട്ടവര് വെള്ളം കോരുന്നിടത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വെള്ളം കോരാൻ പാടില്ലായിരുന്നു എന്ന് പോലും. അപ്പോ ഈ പാവപ്പെട്ടവരൊക്കെ വെള്ളം കുടിച്ചിരുന്നത് വളരെ ദയനീയ, അതായത് അവർക്ക് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ. അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ടവൻ മാത്രം വെള്ളം കുടിച്ചാൽ മതി, താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ വെള്ളം കുടിക്കേണ്ട, ദാഹിച്ച് വലിഞ്ഞ് അവർ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലായിരുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ മെന്റാലിറ്റി എന്നൊക്കെ പറയുന്നത്. സവർണ ജാതിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ജാതിയിൽ പെടുന്നവരെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ, സവർണ ജാതിക്കാർ എന്ന്. അപ്പൊ ഈ സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. അതിനെ ശക്തമായിട്ട് എതിർത്ത ആളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്ന വ്യക്തി, നവോത്ഥാന നായകൻ.
അതായത് ഈ താഴ്ന്ന ജാതിക്കാര് അവിടെ ചെന്ന് വെള്ളം കോരി കുടിച്ചു കഴിഞ്ഞാൽ ആ കിണറ്റിലെ വെള്ളം അശുദ്ധമാകുന്നായിരുന്നു ഉയർന്ന ജാതിക്കാര് വിശ്വസിച്ചിരുന്നത്. വളരെ നീചകരമായിട്ടുള്ള ഒരു അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള ആവശ്യത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളായിരുന്നു പ്രചോദനമായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ചാന്നാർ ലഹള നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ? എന്തിനാണ് ചാന്നാർ ലഹള നടത്തിയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനും മുട്ടിന് താഴെ വരെ മുണ്ട് ഉടുക്കാനും വേണ്ടിയിട്ടായിരുന്നു എന്ത് ചാന്നാർ ലഹള നടന്നിരുന്നത്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളാണ് ഈ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് എന്നാണ് പറയുന്നത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാന്ന് വെച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് സമപന്തി ഭോജനം. കാരണം ഇവിടെ പല നവോത്ഥാന നായകന്മാരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ഇതേപോലെ പല ഭോജനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് കൺഫ്യൂഷൻ ഫാക്ട്സ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ സമപന്തി ഭോജനം എന്ന് കൃത്യമായിട്ട് വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ളത് തറവായിട്ട് പഠിക്കുക കേട്ടോ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം ഈക്വൽ ടു വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഈ ക്ഷേത്രപ്രവേശന നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രം പോയിട്ട് ദൈവത്തെ കണ്ട് തൊഴുതാൽ മതിയായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ എതിരെ എന്താണ് ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. പിന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിന് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ സമത്വ സമാജം എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. സമത്വ സമാജം ഈക്വൽ ടു വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒന്ന് സമപന്തി ഭോജനം, അതും സംഘടിപ്പിച്ചതും പിന്നെ സമത്വ സമാജവും സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. എങ്ങനെയാണ്? വെൺ നീച ഭരണം, വെൺ നീച ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, വേല ചെയ്താൽ കൂലി കിട്ടണം. അതായത് ജോലി ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് പൈസ കിട്ടണം അല്ലേ? അതേപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇത്രയും ഫാക്ട്സ് ആണ് വൈകുണ്ഠ സ്വാമികളെ പറ്റി പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഒന്ന് സമപന്തി ഭോജനവും സമത്വ സമാജവും നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും ആരാണ്? വൈകുണ്ഠ സ്വാമികളെ. ഇത്രയും ഫാക്ട്സ് ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. നമുക്കൊന്നും കൂടി നോക്കാം. ഇതാണ് വൈകുണ്ഠ സ്വാമികളെ പറ്റിയിട്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി, ഒരു സിക്കുകാരന്റെ ഒക്കെ ഒരു കട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മലയാളിയായിരുന്നു. വൈകുണ്ഠ സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? ശാസ്താംകോയില് സ്വാമിത്തോപ്പ് കന്യാകുമാരിയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠ സ്വാമികൾ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങൾ എന്തായി? പ്രചോദനമായി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയതും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഈ സമപന്തി ഭോജനം ശ്രദ്ധിക്കുക കേട്ടോ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിനു വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. നിങ്ങളെ ഈ
ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, സമപന്തി ഭോജനം സമത്വ സമാജം, അത് ഓർത്തു വെക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സമപന്തി ഭോജനം രണ്ടിലും സമസമയുണ്ട്, സമം സമം സമാസമം. അപ്പൊ ഈ രണ്ട് സമാസമവും ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ്. സമപന്തി ഭോജനം, അതേപോലെ തന്നെ ആരാ? സമത്വ സമാജവും. ഇത് രണ്ടും വൈകുണ്ഠസ്വാമികളുടെ. സമാസമം എന്നുള്ള ഒരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമാസമം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെ ആണ് എന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടും. കാരണം എന്താണെന്നറിയോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, പല നവോത്ഥാന നായകന്മാരും പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഇതേപോലെ ഈ സമാജം അങ്ങനെ വേറെ പല സമാജങ്ങളും ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ്. ഒരാളുടെയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച ബാക്കിയുള്ളവരുടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും ഇന്ന ആൾ ഇന്നതാണ് ചെയ്തതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈകുണ്ഠസ്വാമികളുടെ വൈകുണ്ഠസ്വാമികൾ ചെയ്ത രണ്ട് കാര്യങ്ങളും സമാസമായിരുന്നു. ഒന്ന് സമപന്തി ഭോജനവും, പിന്നെ ഒന്ന് സമത്വ സമാജവും. ആ ഒരു രീതിക്ക് പഠിച്ചു നോക്കുക കേട്ടോ. അടുത്ത നമുക്ക് ചട്ടമ്പി സ്വാമികളെ പറയാട്ടോ. ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇവരുടെയൊക്കെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കാണാം. അതങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഫോട്ടോസും കൂടെ കാണുന്ന സമയത്ത് നമുക്ക് ഇവരെ പറ്റി പഠിച്ച ഫാക്ട്സുകളൊന്നും മൈൻഡിൽ നിന്ന് പോകൂല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറഞ്ഞവരുടെ ഒക്കെ ഒന്ന് ഫോട്ടോസ് ഒക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. പിന്നെ പിൽക്കാലത്ത് ചട്ടമ്പി എന്നറിയപ്പെട്ടതാണ്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ സമാധി എവിടെയാണ്? കൊല്ലത്ത് പന്മനയിലാണ്. തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ സമാധി കൊല്ലത്ത് പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ചട്ടമ്പി സ്വാമികളുടെ രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഒന്ന് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളം. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെയും ചില കൃതികളെ പറ്റിയിട്ട് ചോദിക്കലുണ്ട്. അപ്പൊ ഇതെല്ലാം ഓപ്ഷനിൽ ഒന്നിച്ചായിരിക്കും വരിക. ഒന്ന് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു 3-4 പ്രധാനപ്പെട്ട കൃതികളും ഉണ്ട്. ഇതെല്ലാം ഓപ്ഷനിൽ വരാനും സാധ്യതയുള്ളതാണ്. അപ്പോൾ പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടേതാണ് എന്ന് തറവായിട്ട് പഠിക്കാം. പിന്നെ അധംസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അനുവദിക്കണമെന്ന് വാദിച്ചു. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്ര പ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അതായത് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴേ, ഈ താഴ്ന്ന ജാതിക്കാര് പോകുന്ന മേൽജാതിക്കാര് പോകുന്ന വഴിയിൽ കൂടെ താഴ്ന്ന ജാതിക്കാർക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയും നമ്മുടെ ഈ കേരളത്തിൽ നിലനിന്നിരുന്നു. അതായത് മേൽജാതിക്കാർ നടന്നു പോകുന്ന വഴി കൂടെ താഴ്ന്ന ജാതിക്കാർ നടന്നു പോയ ആ വഴി വരെ അശുദ്ധമായി പോകും. പിന്നെ അവര് പുണ്യാഹം ഒക്കെ തളിച്ച് ശുദ്ധീകരിച്ചതിനൊക്കെ ശേഷം പിന്നെ ആ വഴി കൂടെ നടന്നു പോകുള്ളൂ. അപ്പൊ അതിനൊക്കെ എതിർത്ത ആളാണ് ആര്? ഈ ചട്ടമ്പി സ്വാമി. ക്ഷേത്രപ്രവേശനത്തിന് മാത്രമല്ല, ഒരാളുടെ വഴി സ്വാതന്ത്ര്യത്തിനും കൂടി ബന്ധിപ്പിച്ച് സമരം ചെയ്ത വ്യക്തിയാണ് ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. പണ്ട് കാലത്ത് ഇതായത് ഏറ്റവും ഉയർന്ന ജാതിയിൽ നിൽക്കുന്നവർ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും ബ്രാഹ്മണരും ക്ഷത്രിയരും ഒക്കെ ആയിരുന്നു കാണും. അപ്പൊ ഈ ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത വ്യക്തിയും ചട്ടമ്പി സ്വാമികളാണ്. അതായത് ബ്രാഹ്മണന്മാര് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ എന്തും എന്നുള്ള ഒരു ഇതായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. അവർ ഉയർന്ന ജാതിക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാത്തതൊന്നും വേറെ ഒരുത്തനും കിട്ടാൻ പാടില്ല. അവര് പറയുന്നത് പോലെ ആയിരിക്കണം ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. അതിനെതിരെ എതിർത്ത ആളാണ് ചട്ടമ്പി സ്വാമികൾ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും സൽസ്വഭാവവും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് കിട്ടാൻ കാരണം പണ്ടുകാല ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിയോ എന്താണെന്നുള്ളത്? അതായത് പണ്ട് കാലത്ത് ഗുരുക്കന്മാരുടെ വീടുകളിലോ അല്ലെങ്കിൽ അവര് താമസിക്കുന്നിടത്തോ പോയിട്ട് അവിടെ അവരുടെ ഒപ്പം നിന്ന് പഠിക്കുന്ന സമ്പ്രദായമായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗുരുവിന്
ചിലപ്പോ അതായത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന മാത്രമായിരിക്കില്ല ഗുരുവിന് ഉണ്ടാവുക. അവർക്ക് പല കൃഷികൾ ഉണ്ടാകും, അതേപോലെ മൃഗങ്ങള് പരിപാലിക്കുന്നുണ്ടാവും. അപ്പൊ അത് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഈ പഠനത്തോടൊപ്പം തന്നെ ഗുരുവിന്റെ വീട്ടിലെ കാര്യങ്ങളും ചെയ്തിരിക്കണം. അതായത് പശുവിനെ മേയ്ക്കാനൊക്കെ പോകണം, കൃഷി ചെയ്യണം, അങ്ങനെ പലതും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവര് ഏകദേശം ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ, അതായത് പഠിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ എന്താണ് ആ ആശ്രമത്തിൽ ഗുരുവിന്റെ ഒപ്പം നിന്ന് പഠിച്ചതിന് ശേഷമാണ് തിരിച്ച് സ്വന്തം വീടുകളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ അന്നത്തെ ആ ഒരു ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതല ഗുരുനാഥൻ ആരെ ഏൽപ്പിച്ചു? അയ്യപ്പനെ ഏൽപ്പിച്ചു. അയ്യപ്പൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അതായത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നു. അപ്പോ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന് പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞ പേര് വരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ ചട്ടമ്പി എന്ന് പറയുമ്പോൾ ഗുണ്ട, അങ്ങനത്തെ ഒക്കെ ഒരു മീനിങ് ആണല്ലോ വരുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു ക്ലാസ് റൂമിലെ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ, അതായത് അവിടുത്തെ ആ ഒരു ലീഡർഷിപ്പ് അതൊരു നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ ആള് പിന്നീട് പിൽക്കാലത്ത് എന്തായി? ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെടാൻ ഇടയായി. അങ്ങനെയാണ് അയ്യപ്പന് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് ലഭിച്ചത് കേട്ടോ. ഇനി അതാണ് ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങള്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കണ്ണമ്മൂല, തിരുവനന്തപുരം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ. സമാധി പന്മന, കൊല്ലം. പ്രധാന കൃതികൾ ഏതൊക്കെയായിരുന്നു? ശ്രദ്ധിക്കണം. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ഇമ്പോർട്ടന്റ് ആണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. അധംസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധംസ്ഥിതരോടൊപ്പം മിശ്ര ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഞാൻ പറഞ്ഞല്ലോ പല ഭോജനങ്ങളും ഇനി വരാൻ സാധ്യത. സമപന്തി ഭോജനം ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളായിരുന്നു. എന്നാൽ മിശ്ര ഭോജനം നടത്തിയത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മിശ്ര ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. ആര്? ചട്ടമ്പി സ്വാമികൾ. ഈ മിശ്രഭോജനം ശ്രദ്ധിക്കണേ. മിശ്രഭോജനം ചട്ടമ്പി സ്വാമികൾ. മറ്റേ ഞാൻ പറഞ്ഞല്ലോ വൈകുണ്ഠ സ്വാമികളെ സമാസമം എന്ന് പറയുന്ന ആ ഒരു കോഡ് വെച്ച് പഠിച്ച കിട്ടും. ഇവരോടൊപ്പം മിശ്രഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ ഈ ചട്ടമ്പി സ്വാമി കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടേ ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പനാന്നുള്ളതും പഠിച്ചു വെക്കണേ. ഓപ്ഷൻസിൽ ചിലപ്പോൾ ചട്ടമ്പിക്ക് പകരം അയ്യപ്പൻ കൊടുക്കുന്നിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടാം. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ദശകം, ദർശനമാല, ദേവദശകം എന്ന് പറയുന്ന 3 കൃതികൾ. ഏതൊക്കെയാണ്? ആത്മോപദേശ ദശകം, ദർശനമാല, ദേവദശകം. ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു, ദേവദശകത്തിന്റെ ഒരു 4 ലൈൻ തന്നിട്ട് ഇത് ഏതാ കൃതി എന്ന് ചോദിച്ചുകൊണ്ടിട്ടോ. അതേ ദേവദശകത്തിന്റെ തുടക്കം ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീൽപ്പവാദിക്കു, രാവികൻ തോണി നിൻ പദം എന്ന് പറഞ്ഞിട്ടൊരു 4 ലൈൻ കൊടുത്തിരുന്നു. ഇത് ഏത് കൃതിയിൽ വരുന്നത്? അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലെ വരികളാണ് ഇതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഈ ദേവദശകമാണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പക്ഷെ ദേവദശകത്തിന് കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ദേവദശകത്തിന്റെ 4 വരികൾ എന്താണ് ഗൂഗിളിൽ നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും. നമുക്ക് എല്ലാം ഒന്നും ഓർത്തു വെക്കാൻ പറ്റില്ല, 4-5 പാരഗ്രാഫോളം ഉണ്ട്. പക്ഷെ ഒരു 4 ലൈനൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവമേ കാത്തു കൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നിൽപ്പവാദിക്കു, രാവികൻ തോണി നിൻപദം എന്ന് പറയുന്നത്. അപ്പൊ അതില് എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളിലാണ് ആത്മോപദേശ ദശകം, ദർശനമാല, ദൈവദശകം. ചട്ടമ്പി സ്വാമികളുടെ ഏതൊക്കെയായിരുന്നു? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. മാറിപ്പോവരുത് കേട്ടോ. അതില് ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുകയും ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുകയുമായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല്.
പിന്നെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകൻ ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ് കേട്ടോ. ആലുവയിൽ സർവമത എല്ലാ മതങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകനായിരുന്നു ശ്രീ നാരായണ ഗുരു. സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു കുറിച്ച ഒരു വരിയുണ്ട്. അതായത് ആ വരി ഇതാണ്: വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്? സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ അദ്ദേഹം കുറിച്ചതാണ്: വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് എന്ന്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച ഗുരു വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. അതായത് പണ്ട് കാലത്ത് കഠിനമായിട്ടുള്ള ദാരിദ്ര്യമായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, നമ്മുടെയൊക്കെ എന്താണ് മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒക്കെ കാലത്ത് വളരെ പ്രയാസമായിരുന്നു കാണും. അപൂർവമായിട്ടേ നല്ലവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച ഗുരു വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. അതായത് വ്യവസായശാലകൾ എന്ന് പറയുമ്പോൾ അത് സ്ഥാപിക്കാൻ ഈ പണക്കാരൊക്കെ ആയിട്ടുള്ള വ്യക്തികളോട് അവരോടൊക്കെ പറഞ്ഞ് അത് സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. പുളികുടി, തിരട്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ഗുരു ജനങ്ങളെ ബോധ്യവൽക്കരിച്ചു. അത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചില ആചാരങ്ങളാണ് ഈ പുളികുടി, തിരട്ടു കല്യാണം, താലികെട്ടു കല്യാണം എന്നൊക്കെ പറയുന്നത്. അത് അതിനൊക്കെ ഓരോന്നിനും ഓരോ രീതികളാണ് കേട്ടോ. അത് നമുക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്തൊക്കെയായിരുന്നു അത് എന്നുള്ളതൊന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ദുരാചാരങ്ങൾക്കെതിരെ ഗുരു ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കി പുളികുടി, തിരട്ടു കല്യാണം, താലികെട്ട് കല്യാണം ഒക്കെ എന്തായിരുന്നു? ഒരു ദുരാചാരമായിരുന്നു. പിന്നെ ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ജനങ്ങളെ ഗുരു ഉപദേശിച്ചു. അതായത് ആർഭാടപരമായിട്ടുള്ള ജീവിതങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് എന്താണ് ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഗുരു മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയുണ്ടായി. പിന്നെ ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് എന്ത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP എന്ന് പറയും. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോ 1903 അത് സ്ഥാപിക്കപ്പെട്ടത്. അതായത് ഈഴവരുടെ സംഘടനയാണ്. ശ്രീനാരായണ ഗുരു ഈഴവ വംശത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ എന്താണ് ഈഴവ സമൂഹം മാത്രമല്ല മറ്റു പല സമൂഹത്തിനെ, അതായത് പല ജാതിയിൽ പെടുന്നവരെയും അതിൽ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് അതായത് ഈ താഴ്ന്നു കിടന്ന ഈഴവ വംശജർക്ക്, അതായത് ഈഴവ ജാതിയിൽ പെട്ടവർക്ക് ഒരു ഉന്നമനത്തിനായി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. അതിന്റെ പേരിൽ ഇന്ന് കോളേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. ശ്രീനാരായണ ഗുരു ജനനം എവിടെയാണ്? തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. പ്രധാന കൃതികളാണ് ആത്മോപദേശ ദശകവും ദർശനമാലയും ദേവദശകവും. ദേവദശകം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഈ ദേവദശകം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഈ ദേവദശകം എന്ന് പറയുന്നത് ഗുരു എല്ലാ മതവിഭാഗത്തിലും എല്ലാ ജാതി വിഭാഗത്തിലും പെട്ടവർക്കും പാടാവുന്ന തരത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇന്ന പ്രത്യേകം ഒരു ദൈവത്തെയോ അങ്ങനെ ഇങ്ങനെ ഒന്നും എടുത്തു പറയുന്നില്ല. ദൈവത്തിനെ പൂജിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ ഇന്ന ദൈവത്തിന് ഇന്ന മതത്തിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഇത് പാടാൻ പാടുള്ളൂ, ഇന്ന ജാതിയിൽപ്പെട്ട ഒരാൾ മാത്രമേ ഇത് പാടാൻ പാടുള്ളൂ എന്നില്ല. എല്ലാവർക്കും ഒരേപോലെ പാടാൻ കഴിയുന്ന ഒരു ദൈവത്തെയും പ്രത്യേകം, അതായത് ഒരു ജാതിയിൽപ്പെട്ട ദൈവത്തെയും പ്രത്യേകം വിശേഷിപ്പിക്കാതെ എഴുതിയിട്ടുള്ള ഒരു കാവ്യമാണ് ദേവദശകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും ഇമ്പോർട്ടൻസ്. അതിന്റെ 4 വരികള് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നിൽപവാദിക്കു രാവികൻ തോണി നിൽപ്പദം. ഇനി ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. ഇതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്ത്? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക.
ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സർവമത സമ്മേളനം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു കുറിച്ച വരികളാണ്: വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച ഗുരു വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. പുളികുടി, തിരടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ഗുരു ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ജനങ്ങളെ ഗുരു ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് എന്ത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ നടന്ന സ്ഥലമാണ് കേട്ടോ. അതുണ്ട്, പറയാൻ വിട്ടുപോയി. എന്താണ്? ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ നടന്ന സ്ഥലമാണ് കളവൻകോടത്ത്. ആലപ്പുഴയിലെ കളവൻകോടത്താണ് ഗുരു അവസാനമായിട്ട്. ഗുരു ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. അതായത് പല ക്ഷേത്രങ്ങളിലും പല പ്രതിഷ്ഠകളും നടത്തിയിട്ടുണ്ട്. അതിൽ അവസാനമായിട്ട് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠയാണ് ആലപ്പുഴയിലെ കളവൻകോട്ടത്ത് നടന്ന പ്രതിഷ്ഠ. ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ നടന്നത് എവിടെയാണ്? ആലപ്പുഴ കളവൻകോട്ടത്ത്. ആലപ്പുഴ കളവൻകോടത്ത് അവിടെ വെച്ചിട്ടാണ് ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് കേട്ടോ. ഈ കളവൻകോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് എന്താണെന്നറിയോ? ഓം എന്നെഴുതിയ കണ്ണാടിയാണ്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഗുരു കളവൻകോടത്ത് പ്രതിഷ്ഠിച്ചത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എന്തുകൊണ്ട് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠിച്ചു? ഒരു കണ്ണാടിയാണോ പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് ചിന്തിക്കും. അപ്പൊ നമ്മളത്, അതായത് എന്താണ്, ഹിന്ദു മത വിഭാഗത്തിലുള്ള വിശ്വാസമാണ് എന്താണ് തത്വമസി, അതായത് നാം തന്നെ ആകുന്നു, അതായത് ദൈവം നാം തന്നെ ആകുന്നു എന്നുള്ള ഒരു ആശയമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് കണക്കാക്കണം എന്നുള്ളത് അല്ല പറയുന്നത്, നമ്മളിലും ദൈവസ്വരൂപം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോ ദൈവത്തിന് എല്ലായിടത്തും എന്താണ് പ്രവർത്തിക്കാൻ സാധിക്കൂല, നേരിട്ട് ഇറങ്ങി വന്ന്. അതിന് പകരം ദൈവം പലവരെയും ഏർപ്പെടുത്തുന്നു. എന്താണ് ഇപ്പോ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് നമുക്കറിയാം ദൈവതുല്യരായ മനുഷ്യരായിരുന്നു ഓടി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടായിരുന്നു, ദൈവത്തിന്റെ സ്വന്തം നാടിന് പകരം ദൈവങ്ങളുള്ള നാട് എന്ന് വിശേഷിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതാണ് ഗുരു ഉദ്ദേശിച്ചത്. ഓം എന്നെഴുതിയ കണ്ണാടി കൊണ്ട്. അതായത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെയാണ് ആ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ കാണാൻ സാധിക്കുക. ആ ഒരു ആശയമാണ് ഗുരു ആദ്യമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നത്. ഇന്നത്തെ കാലത്തും അല്ല, അന്നേ ഗുരു ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പറയല്ലോ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ഇവിടെ തന്നെയാണ് എന്നൊക്കെ ഉള്ളതാണല്ലോ പറയപ്പെടുന്നത്. ആ ഒരു നിലയ്ക്ക്, അതായത് തത്വമസി എന്നുള്ള ഒരു നിലയ്ക്കാണ് ഓം എന്ന് എഴുതിയ കണ്ണാടി അവിടെ പ്രതിഷ്ഠിക്കാൻ ഇടയായത്. ഈ ഹിന്ദുക്കളുടെ ഓം എന്ന് പറയുന്ന ആ ഒരു വാക്കില് സർവവും അടങ്ങിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇത് ഒരു പ്രത്യേക മതത്തിന്റെ വിശേഷണങ്ങളും കാര്യങ്ങളും ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ഇതിന്റെ പിന്നില് എന്താണ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ചത് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം തന്നതാണ്. ഇനിയിപ്പോ ഗുരുവിന്റെ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ അത് ഏതൊക്കെയാണ്? അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, അത് 1888 നടന്നത്. പിന്നെ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഇത് മൂന്നുമാണ് ഗുരുവിന്റെ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ അതെന്നാ നടന്നത്? 1888. കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. അവസാനമായിട്ട് ഗുരു പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? കളവൻകോട്ടത്താണ്. ആലപ്പുഴയിലെ കളവൻകോട്ടത്താണ് അവസാനമായിട്ട് ഗുരു പ്രതിഷ്ഠ നടത്തിയത്. അവിടെ പ്രതിഷ്ഠിച്ചത് എന്തായിരുന്നു? ഓം എന്നെഴുതിയ കണ്ണാടിയായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത്. ഇനി നമുക്ക് അയ്യങ്കാളിന്റെ അടുത്തേക്ക് പോവാം. അയ്യങ്കാളി ജനിച്ചത് ഇതേപോലെ തന്നെ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കേണ്ടായത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, 3 നവോത്ഥാന നായകന്മാര്, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഇവര് 3 പേരും എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്താണ്. പക്ഷെ പല ഇവിടങ്ങളിലായിട്ടാണ്, പല സ്ഥലങ്ങളിലായിട്ടാണ് ജനിച്ചത്. ചട്ടമ്പി സ്വാമികളാണെങ്കിൽ കണ്ണമ്മൂലയില്, ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയില്, അയ്യങ്കാളി ആണെങ്കിൽ വെങ്ങാനൂരില്. ഇതൊക്കെ തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളാണ് കേട്ടോ. ഇനി അയ്യങ്കാളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് അധംസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ് ആര്?
അയ്യങ്കാളി അധംസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ്. അധംസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം അയ്യങ്കാളി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു 1904 കേട്ടോ. അധംസ്ഥിത വിഭാഗർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അയ്യങ്കാളി 1904 ഒരു വിദ്യാലയം സ്ഥാപിക്കുകയുണ്ടായി. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് എന്ത്? സാധുജന പരിപാലന സംഘം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന അതേതാണ്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നും പിന്നെ അധംസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശിക്കാനുള്ള അനുവാദം വേണമെന്നും തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ് കിട്ടണം എന്നുള്ളതൊക്കെയായിരുന്നു എന്ത് ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഈ ബാക്കിയുള്ള നവോത്ഥാന നായകന്മാരൊക്കെ ഒരു സമാധാനത്തിലൂടെയാണ് എന്താണ് സമാധാനപരമായിട്ടുള്ള സമര രീതികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അയ്യങ്കാളി കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് തന്നെ ഉണ്ട് അയ്യങ്കാളി, ആളിക്കത്താൻ ഏത് നിമിഷവും ആളിക്കത്തുന്ന ഒരു പ്രത്യേക ക്യാരക്ടർ ഉള്ള ഒരാളായിരുന്നു. അതായത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആള്. അപ്പൊ ഈ പല സമരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അത് സമരമുറകൾ കൂടി ശക്തിപ്പെടുത്തിയത് ഈ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിലൂടെയാണ് കേട്ടോ. അപ്പം എന്താണ് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം, പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം അല്ല സ്കൂളിൽ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഉയർന്ന ജാതിയിൽ പെടുന്നവന്റെ മകൻ മാത്രം അല്ലെങ്കിൽ മകൾ മാത്രം പഠിച്ചാൽ മതി, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പഠിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ള ഒരു അവർ സ്കൂളിൽ പോലും പ്രവേശനം നിഷേധിച്ചിരുന്നു. അപ്പൊ അതിനെതിരെ പോരാടിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചാണ് അയ്യങ്കാളി പോരാടിയത്. പിന്നെ തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ് കിട്ടണം, അതും എന്താണ് ഈ പറയുന്ന ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ 3 ലക്ഷ്യങ്ങളായിരുന്നു അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുക. അതായത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കൃഷി ചെയ്യാൻ ആരും ഇറങ്ങൂല എന്നുള്ളത്. അന്ന് അവിടെ ഈ ജന്മിമാരുടെയും തമ്പുരാക്കന്മാരുടെയും ഒക്കെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് താഴ്ന്ന വംശത്തിൽപ്പെട്ടവരാണ്. അത് ഭയങ്കര ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നില്ലേ സത്യത്തിലും? അതായത് അവര് തമ്പുരാക്കന്മാരെ തോണ്ടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, എന്താണ് അവര് നടക്കുന്നിടത്ത് കൂടെ നടക്കാൻ പാടില്ല, അവര് കുടിക്കുന്ന വെള്ളം കുടിക്കാൻ പാടില്ല, ഇങ്ങനെ പലതും. എന്നാ അവര് കഷ്ടപ്പെട്ട് ഈ ജന്മിമാരുടെയും തമ്പൂരാക്കന്മാരുടെയും എന്താണ് കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്ത് അവരുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തിന്നാം, അതിനൊരു അയിത്തവും ഇല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ അയ്യങ്കാളി ഉദ്ദേശിച്ചത്. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ അവരാരും പിന്നെ പണിക്ക് ഇറങ്ങൂല, കൃഷിയും കാര്യങ്ങളും ഒന്നും ചെയ്യൂല എന്നുള്ളതാണ് മൂപ്പർ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അധംസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു കേട്ടോ. അധംസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ്, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് വില്ലുവണ്ടി യാത്ര. അദ്ദേഹം ചെയ്ത ഒരു സമരമുറയാണ് ഈ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893 എന്നാണ് 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുകയുണ്ടായത്. വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹിക വിലക്കുകളെ ലംഘിച്ചു എന്നാണ് പറയുന്നത്. വെങ്ങാനൂർ എന്ന് പറഞ്ഞാൽ എവിടെ അദ്ദേഹം ജനിച്ച സ്ഥലം? തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധംസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി. അധംസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി
തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് കല്ലുമാല സമരം കേട്ടോ. അധംസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു കല്ലുമാല സമരത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അന്ന് കഴുത്തിലും കാലിലും ഒക്കെ എന്താണ് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളെ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് ധരിച്ചു കാണുമ്പോൾ എന്താ ബാക്കിയുള്ളവര് മനസ്സിലാക്കും ഇവരെന്താ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. അതേ തമ്പുരാക്കന്മാരും എന്താണ് നമ്പൂരിമാരും ഒക്കെ എന്താണ് ഈ ആഭരണം നോക്കിയിട്ട് ഇവരെ വിലയിരുത്തും. ഇവര് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാ, മാറി നടന്നേക്കാമേ, അതായത് അടുത്തേക്ക് വന്ന അയിത്താകും എന്നുള്ളൊരു നിലയ്ക്കായിരുന്നു. അപ്പൊ ഈ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാലയായിരുന്നു ആഭരണമായിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നത്. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ആജ്ഞാപിക്കല്ല ചെയ്തത്, അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് സ്ത്രീകളോട്. ഇങ്ങനെ ആയാൽ പറ്റൂല എന്നുള്ളൊരു നിലയ്ക്ക് അത് വലിച്ചെറിയാൻ അവരോട് അഭ്യർത്ഥിക്കുകയും അധംസ്ഥിത വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഈ സംഭവമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് 4-5 അടി ഉയരത്തിൽ ഈ കല്ലുമാലകൾ കുമിഞ്ഞുകൂടി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം എന്താണ് ആൾക്കാർ അതിൽ പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. എന്താണ് അതായത് ഈ ഒരു ഇതിൽ നിന്ന് പുറത്തു വരണം, അതായത് കുറെ നാൾക്കാര് അവരുടെ പരമ്പരാഗതം മുതൽ അവർ അനുഭവിക്കുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്നിട്ട് അവർക്ക് പുറത്തു വരണം എന്നുള്ള ചിന്താഗതിയിലായിരിക്കാം അവർ അയ്യങ്കാളിയുടെ കൂടെ നിന്നത്. അപ്പൊ ഇതാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഇതാണ് അയ്യങ്കാളിയെ പറ്റിയിട്ട്. അയ്യങ്കാളി എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. അധംസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ്. അധംസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ച വർഷം എന്നാണ് 1904. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, പഞ്ചമി എന്ന പെൺകുട്ടിക്ക് എന്താണ് ഇതിനു വേണ്ടി, അതായത് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തിൽ പഞ്ചമി എന്ന് നന്നായി പഠിക്കുന്ന ഒരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വിദ്യാലയത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. അതിനെതിരെ പോരാടിയ ആളും ഈ അയ്യങ്കാളി തന്നെയാണ് കേട്ടോ. പിന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധംസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. പിന്നെ അദ്ദേഹം പറഞ്ഞാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളി. അധംസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നു. അടുത്തത് വില്ലുവണ്ടി യാത്ര. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എന്നാണ്? 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധംസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി. അടുത്തത് കല്ലുമാല സമരം. നമ്മളിപ്പോ പറഞ്ഞത്, അധംസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അധംസ്ഥിതർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഈ സംഭവമാണ് എന്ത്? കല്ലുമാല സമരം. എക്സ്ക്യൂസ് മീ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ആളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന നവോത്ഥാന നായകൻ കേട്ടോ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുകയും ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിക്കുകയും ചെയ്ത ഒരു നവോത്ഥാന നായകനായിരുന്നു ആര്?
വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തി ട്ടോ. എങ്ങനെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ അദ്ദേഹവും നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളില് പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നെ അതുകൂടാതെ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട എവിടെ മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ട്ടോ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം. മുസ്ലിമും അൽ ഇസ്ലാമും എന്ന് പറയുന്ന മാസികകള് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് ട്ടോ. അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പത്രത്തിന് പിന്നീട് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന ഒരു പത്രമായിരുന്നു ഈ സ്വദേശാഭിമാനി പത്രം. 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താന് പലവരും ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്റെ പത്രാധിപരെ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ പിള്ള ട്ടോ, എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പത്രാധിപരെ, അതായത് പത്രാധിപനായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയുണ്ടായി 1910. അപ്പൊ പിന്നെ അദ്ദേഹം രാമകൃഷ്ണ പിള്ള ഇല്ലാതെ ആ പത്രം പിന്നീട് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് അതിനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവിടെ നിലയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയിട്ടാണ്. വൈക്കമല്ല കേട്ടോ, ശ്രദ്ധിക്കുക, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. അതായത് പണ്ട് കാലത്ത് മുസ്ലിം സ്ത്രീകൾക്ക് അതായത് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട ഒരു അതായത് പെണ്ണുങ്ങളില് അതായിരുന്നു മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് വീടിന് പുറത്തിറങ്ങാനോ ഒരു അന്യപുരുഷനെ കാണാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തിന് വീടിന് പുറത്തിറങ്ങിയാൽ തന്നെ കുറ്റമായിരുന്നു. ആ ഒരു നിലയ്ക്കായിരുന്നു. അതായത് അവർക്ക് ഒന്ന് വീട്ടിലിരുന്ന് ഇപ്പൊ നമുക്കൊന്ന് കഫം തുപ്പണമെങ്കിൽ കൂടിയിട്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വീട്ടിലിരുന്ന് തുപ്പിക്കോണം, അങ്ങനത്തെ നിലയ്ക്കായിരുന്നു. അത് വളരെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ വിഭാഗങ്ങളിൽ ഒന്നായിരുന്നു മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. അതിനെതിരെ അതായത് അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അന്നത്തെ കാലത്ത് വരെ വാദിച്ചിരുന്ന നവോത്ഥാന നായകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തി. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു, മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ, കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സഖ്യത്തിന്റെ പ്രവർത്തനവുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. മാസികകൾ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് മുസ്ലിമും അൽ ഇസ്ലാമും. അടുത്തതാണ് സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഈ സ്വദേശാഭിമാനി പത്രം. 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. അതോടുകൂടിയിട്ട് ആ പത്രം അവിടെ നിലയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അടുത്ത നമുക്ക് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരാ എന്ന് നോക്കാം. ശ്രീ കുമാര ഗുരുദേവനും ശ്രീ നാരായണ ഗുരുവും തമ്മിൽ മാറരുത്, അത് കൺഫ്യൂഷൻ ഫാക്ട്സ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ.
കുമാരഗുരുദേവൻ ജനനം എവിടെയായിരുന്നു? തിരുവല്ലേരി ഇരവിപ്പേരൂരിലായിരുന്നു ആര്? കുമാരഗുരുദേവൻ ജനിച്ചത്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ജനിച്ചത് എവിടെയാ? തിരുവല്ല ഇരവിപ്പേരൂരിലായിരുന്നു. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ബാക്കിയുള്ളവരിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായ സമരമുറയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ഉണ്ടായിരുന്നത്. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അതുകൂടാതെ തന്നെ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ രൂപീകരിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരുടെയാണ്? ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ ആണ് കേട്ടോ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ 2 തവണയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. കൺഫ്യൂസിംഗ് ഫാക്ട്സ്. ഒരാളും കൂടി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ടായിരുന്നു. ആര്? അയ്യങ്കാളി. പക്ഷെ അയ്യങ്കാളിക്ക് ഒറ്റ തവണയെ അവസരം കിട്ടിയിട്ടുള്ളൂ. എന്നാൽ എന്താ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന് 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള അവസരം ലഭിച്ചിരുന്നു. അപ്പൊ ഓപ്ഷനിൽ എന്തായാലും അയ്യങ്കാളിയും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അയ്യങ്കാളി പോയി കറപ്പിക്കരുത്. 2 തവണ അവസരം കിട്ടിയ ആള് കുമാര ഗുരുദേവനാണ്. പിന്നെ അധംസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് ആര്? ശ്രീ കുമാര ഗുരുദേവൻ. അദ്ദേഹം ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ 1-ാം ലോക യുദ്ധകാലത്ത് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. മാരംകുളം തൊട്ട് കുളത്തൂർക്കുന്ന് വരെ. യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം സമാധാനം, ലോകത്തിന് സമാധാനം എന്നുള്ളതായിരുന്നു. യുദ്ധവിരുദ്ധ ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുണ്ടായി. എന്തിന്? ഈ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയതിന്റെ പേരിൽ കേട്ടോ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ജനനം ഇരവിപ്പേരൂര് തിരുവല്ലയിലാണ്. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ കുമാര ഗുരുദേവന്റെ മറ്റൊരു പേര് പൊയ്കയിൽ അപ്പച്ചൻ എന്നാണ് കേട്ടോ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ രൂപീകരിച്ച സംഘടനയാണ് ഏത്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഒരു തവണ അംഗമായത് ആരാണ്? അയ്യങ്കാളി. അധംസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? കുമാര ഗുരുദേവൻ. അദ്ദേഹം നടത്തിയതാണ് യുദ്ധവിരുദ്ധ ജാഥ. 1-ാം ലോക യുദ്ധകാലത്ത് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് മാരംകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ. യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ലോകത്തിന് സമാധാനം. യുദ്ധവിരുദ്ധ ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. യുദ്ധവിരുദ്ധ ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായിട്ട് അവര് കരുതപ്പെടുകയും അതുകൊണ്ട് തന്നെ കുമാര ഗുരുദേവനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു കൃതി കണ്ടിട്ടോ. കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾ കൂന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ. കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിയിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇത് അവിടുത്തെ ഒരു ദുരാചാരത്തെ പറ്റി അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് കേട്ടോ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരൊക്കെ എന്താ അടിച്ചമർത്തുന്നതിനെ പറ്റിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയ, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്താണ് പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമായിരുന്നു തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അദ്ദേഹം പ്രചരിപ്പിച്ച കവിതയുടെ ഭാഗമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവര് പലതും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിക്കുള്ള പല കോട്സുകളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരും പറഞ്ഞിട്ട്. ഇപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞ ചില കോട്ടുകളാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ.
അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകുന്നു. ഇതേപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്നും വക്കം അബ്ദുൽ ഖാദർ മൗലവി അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്നും വക്കം അബ്ദുൽ ഖാദർ മൗലവി അഭിപ്രായപ്പെട്ടു. അടുത്ത നമുക്ക് വാഗ്ബടാനന്ദനെ പറ്റിയിട്ട് പഠിക്കണം കേട്ടോ. വാഗ്ബടാനന്ദ ഗുരുദേവൻ എന്നൊക്കെയാണ് പറയല്. അപ്പൊ നമുക്ക് വാഗ്ബടാനന്ദൻ എന്ന് പഠിക്കാം. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായ നവോത്ഥാന നായകനാണ് ആര്? വാഗ്ബടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും വാഗ്ബടാനന്ദൻ പ്രാധാന്യം നൽകുകയുണ്ടായി. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും വേണ്ടിയിട്ട് വാഗ്ബടാനന്ദൻ പ്രാധാന്യം നൽകി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായ നവോത്ഥാന നായകനാണ് ആര്? വാഗ്ബടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ഇത്? ആത്മവിദ്യാ സംഘം. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും വാഗ്ബടാനന്ദൻ പ്രാധാന്യം നൽകി. ഇനി കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അവരൊക്കെയാണ് സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സനാനുള്ള സെയ്ദ് മക്കിത്തങ്ങൾ, VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട്. രണ്ടുപേര് മാറിയിരുന്നു, ഒന്ന് VTയും ഒന്ന് MRും ആണ് കേട്ടോ. VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട്. ആരൊക്കെയാണ്? കേരളത്തിലെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മറ്റു പരിഷ്കർത്താക്കൾ: സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സനാനുള്ള സെയ്ദ് മക്കിത്തങ്ങൾ, VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ നാടകം VT ഭട്ടതിരിപ്പാടിന്റെയാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം VT ഭട്ടതിരിപ്പാടിന്റെയാണ്. അത് അടുത്ത കാലം വരെ നമ്മുടെ നാടകരംഗത്തിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു നാടകം തന്നെയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകം തന്നെയാണ്. അതുകൊണ്ടാണ് അതിനിപ്പോഴും പ്രശസ്തി ഉള്ളത്. പല നാടകവേദികളും ഈവൻ സ്കൂൾ കലോത്സവങ്ങളിൽ പോലും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം കളിക്കാറുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അതേപോലെ ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. ഈ പ്രേംജി എന്ന് പറയുന്നത് ആരാന്നറിയോ? MR ഭട്ടതിരിപ്പാടിന്റെ തൂലികാ നാമമാണ് പ്രേംജി കേട്ടോ. MR ഭട്ടതിരിപ്പാട് ആണ് ഋതുമതി എന്ന നാടകം രചിച്ചത്. അദ്ദേഹത്തിന്റെ തൂലികാ നാമം എന്താണ്? പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? പ്രേംജി. പ്രേംജി എന്ന് പറയുന്നത് ആരാണ്? MT
ഭട്ടതിരിപ്പാട് MR ഭട്ടതിരിപ്പാടാണ്. MR ഭട്ടതിരിപ്പാട്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. MR ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകം രചിച്ചത്. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇനി കേരളത്തിലെ സ്ത്രീ സാന്നിധ്യത്തെ പറ്റി പഠിക്കാനുണ്ട്. കേരളത്തില് സ്ത്രീകളും പല സമരത്തിനും അതിനും ഇതിനും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തെ പറ്റിയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരള നവോത്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. അതില് തോൽവിറക് സമരം നടന്ന സ്ഥലം ഏതാണ്? ചിന്മേനി, കാസർഗോഡ്. കാസർഗോഡിലെ ചിന്മേനിയിലാണ് തോൽവിറക് സമരം നടക്കുകയുണ്ടായത്. മേച്ചിൽ പുല്ല് സമരം നടന്ന സ്ഥലം ഏതാ? കണ്ടക്കൈ, കണ്ണൂര്. കണ്ടക്കൈ കണ്ണൂരിലാണ്. മേച്ചിൽപുരം എക്സ്ക്യൂസ് മീ, സോറി ഡിയേഴ്സ്, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. എന്താണ് ഋതുമതി എന്ന നാടകം രചിച്ചത് MT ഭട്ടതിരിപ്പാട് തന്നെയാണ് കേട്ടോ. ഞാനത് പിന്നീടാണ് ഇപ്പോ ഓർമ്മയിൽ വന്നത്. അതായത് 3 ഭട്ടതിരികളുണ്ട്. ഒന്ന് VT ഭട്ടതിരിപ്പാട്, 2 MR ഭട്ടതിരിപ്പാട്, 3 MT ഭട്ടതിരിപ്പാട്. ഈ MT ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമമാണ് പ്രേംജി എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇത് MR ഭട്ടതിരിപ്പാട് തന്നെയല്ല. ഇത് ശരിയാണ്. ഐ എം റിയലി സോറി. ഡ്രോയിങ് പെൻസിൽ എവിടെ ഇടാം? ഇത് കറക്റ്റ് ആണ്. അതായത് MT ഭട്ടതിരിപ്പാട് തന്നെയാണ് ഋതുമതി രചിച്ചത് കേട്ടോ. 3 ഭട്ടതിരിപ്പാട് ഉണ്ട്. അത് കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പോലും തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം. അതായത് VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട്, MP ഭട്ടതിരിപ്പാട്, അങ്ങനെ 3 ഭട്ടതിരിപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാട്ടോ. ഐ എം റിയലി സോറി. ഇത് കറക്റ്റ് തന്നെയാണ്. ഭട്ടതിരിപ്പാട്. അപ്പൊ ഇനി തോൽവിറക് സമരം നടന്ന വർഷം എന്നാണ്? ചിന്മേനി, കാസർഗോഡ്. ചിന്മേനി, കാസർഗോഡിലാണ് എന്ത്? തോൽവിറക് സമരം നടന്നത്. ചിന്മേനി, കാസർഗോഡ്. മേച്ചിൽപുല്ല് സമരം നടന്ന സ്ഥലം ഏതാണ്? കണ്ടക്കൈ, കണ്ണൂര്. കണ്ടക്കൈ കണ്ണൂരിലാണ് മേച്ചിൽപുല്ല് സമരം നടന്നത്. മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? കണ്ടക്കൈ കുഞ്ഞക്കമ്മ. കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണ് മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത എന്ന് പറയുന്നത്. ആരാണ്? കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാണ്? ആര്യം പള്ളം, ദേവകി നരിക്കാട്ടരി, പാർവതി നെന്മേലി മംഗലം. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകളാണ് ആര്യം പള്ളം, ദേവകി നരിക്കാട്ടരി, പാർവതി നെന്മേലി മംഗലം എന്ന് പറയുന്ന എന്താണ് എത്ര സ്ത്രീകളുണ്ട്? 3 സ്ത്രീകൾ കേട്ടോ. ഇതൊക്കെയാണ് സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു കേരള നവോത്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത്? തോൽവിറക് സമരം നടന്ന സ്ഥലം എവിടെയാണ്? ചിന്മേനി, കാസർഗോഡ്. മേച്ചിൽപുല്ല് സമരം നടന്ന സ്ഥലം കണ്ടക്കൈ, കണ്ണൂര്. മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആരാണ്? ആര്യം പള്ളം, ദേവകി നരിക്കാട്ടരി, പാർവതി നെന്മേലി മംഗലം. അടുത്ത നമുക്ക് മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും ക്രിസ്ത്യൻ മിഷണറിയുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. ക്രിസ്ത്യൻ മിഷണറികൾ വന്നപ്പോൾ അവർ ചെയ്തിരുന്ന പ്രവർത്തനമാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും ക്രിസ്ത്യൻ മിഷണറിയുടെ
വിദ്യാലയങ്ങളിലെ പ്രവേശനം അനുവദിച്ചിരുന്നു. കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷണറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷണറി സംഘങ്ങളാണ് ഏതൊക്കെ? ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇത് മൂന്ന് കേട്ടോ. ഈ 3 മിഷനുകളിലും, അതായത് 3 മിഷണറികളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പ്രവേശനം അനുവദിച്ചിരുന്നു. ജാതി മത ചിന്തകളിൽ നിന്ന് എന്താണ് ജാതിമത ചിന്തകളിൽ നിന്ന് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും ഇവരെന്താ വിദ്യാഭ്യാസം കൊടുത്തിരുന്നു, ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറികൾ കേട്ടോ. അപ്പൊ അതങ്ങനെ നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. എന്താ അത് നല്ലതുപോലെ ഞാൻ പറഞ്ഞ പോലെ തറവായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും പല പല ഭോജനങ്ങളും പല സംഘടനകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പേരുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നല്ലതുപോലെ തറവായിട്ട് പഠിക്കുക. അതായത് ഓരോന്നും, അതിപ്പോ സമപന്തി ഭോജനം നടത്തിയത് ആരാണ്, അതേപോലെ തന്നെ സമത്വ സമാജം നടത്തിയത് ആരാണ്, അതൊക്കെ ഞാൻ അങ്ങനെ എല്ലാതും എന്താണ് ഈ പറഞ്ഞ സംഘടനകളും എന്താണ് ഓരോ മിശ്രഭോജനവും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ ആരൊക്കെ ചെയ്തേന്നുള്ളത് വീണ്ടും പറയാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. സോഷ്യൽ സയൻസിലെ 7ാം ക്ലാസ്സുകാരുടെ 12ാമത്തെ ചാപ്റ്റർ ആണ് ഏത്? സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ഞാൻ പറഞ്ഞത് സൗരയുഗത്തിനെ പറ്റിയിട്ടും അന്തരീക്ഷത്തിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം എടുത്തത് തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് ആരാണ്? സൂര്യനാണ്. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് ആരാണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നത് അറിയപ്പെടുന്നത് എന്താ? സൗരതാപം. അപ്പൊ സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായിട്ട് ഭൂമിയിൽ എത്തുന്നത് അറിയപ്പെടുന്നത് സൗരതാപം. ഐസൊലേഷൻ ഒക്കെയാണ് ഇംഗ്ലീഷിൽ പറയാം, നിങ്ങൾ സൗരതാപം എന്ന് തന്നെ പഠിക്കുക. പിന്നെ ഓരോ സ്ഥലത്തിന്റെയും അക്ഷാംശത്തിന് അനുസൃതമായാണ് ഭൂമിയിലെ താപലഭ്യത. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് അക്ഷാംശങ്ങളെ പറ്റിയിട്ട് പറഞ്ഞില്ല. അക്ഷാംശ രേഖകള്, ഉത്തരായന രേഖ, ദക്ഷിണായ രേഖ എന്നൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഓരോ സ്ഥലത്തിന്റെയും അക്ഷാംശത്തിന് അനുസൃതമായാണ് ഭൂമിയിലെ താപലഭ്യത എന്ന് പറയുന്നത്. അപ്പൊ സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് കേട്ടോ. അപ്പൊ സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏതാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. സോറി, ഈ അക്ഷാംശ രേഖ, രേഖാംശ രേഖ, ഓക്കെ ശരിയാണ്. ഓരോ സ്ഥലത്തിന്റെയും അക്ഷാംശത്തിന് രേഖാംശ രേഖ വരുന്നില്ല കേട്ടോ. അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് ഭൂമിയിലെ താപലഭ്യത വരുന്നത്. ഈ അക്ഷാംശത്തിൽ വരുന്നതാണ് ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് കേട്ടോ, അത് മനസ്സിലാക്കാം. അപ്പോ സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം എന്താണ്? സൂര്യരശ്മികൾ ലംബമായിട്ടാണ് പതിക്കുന്നത്. ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നതിനാലാണ്. ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണം സൂര്യരശ്മികൾ ചരിഞ്ഞ് പതിക്കുന്നതിനാലാണ്. അപ്പൊ ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും താപം ക്രമേണ കുറയാണ് ചെയ്യുന്നത്. അതായത് സൂര്യരശ്മികളുടെ താപം ക്രമേണ കുറയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികളെ ചരിഞ്ഞ് പതിക്കുന്നത് കൊണ്ടാണ്. ഇനി സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ എന്താ? സോളാർ പാനൽ ആണ് കേട്ടോ. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ സോളാർ പാനൽ ആണ്. പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? സൗരോർജം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം. ഇത് മൂന്നുമാണ്. പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് സൗരോർജവും, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം,
പിന്നെ സമുദ്ര സാമീപ്യവും. സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ താപം എന്താ ചെയ്യുന്നത്? കുറയാണോ കൂടുകയായിരിക്കോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ താപം കുറയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ആലോചിക്കുക, സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ താപം കുറയാണ് ചെയ്യുന്നത്, കൂടുകയല്ല ചെയ്യുന്നത്, എന്താ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ സൂര്യൻ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് സൂര്യൻ ഊർജദാതാവ്. സൂര്യനെ ഊർജദാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആരാണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നത് അറിയപ്പെടുന്നത് എന്താണ്? സൗരതാപനം. ഓരോ സ്ഥലത്തിന്റെയും അക്ഷാംശത്തിനനുസൃതമായാണ് ഭൂമിയിൽ താപലഭ്യത. നമ്മൾ പറഞ്ഞു ഭൂമിക്ക് ഒരുപാട് അക്ഷാംശ രേഖകൾ ഉണ്ട്. അപ്പൊ ഈ അക്ഷാംശത്തിനനുസൃതമായാണ് ഭൂമിയിലെ താപലഭ്യത എന്ന് പറയുന്നത്. അപ്പം സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം എന്താണ്? സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത് കൊണ്ടാണ്. ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണം എന്താണ്? സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നത് കൊണ്ടാണ്. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ എന്താണ്? സോളാർ പാനൽ. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് സോളാർ പാനൽ. ഇപ്പൊ നമ്മളുടെയൊക്കെ എന്ന് പറയുമ്പോൾ പല വീടുകളിലും നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ വീട്ടിൽ വൈദ്യുതി കിട്ടുന്നത് ഇതേപോലെ സൂര്യപ്രകാശത്തിൽ നിന്നിട്ടുള്ളതാണ്. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ നമ്മൾ കറണ്ട് ചാർജ് ഒക്കെ കുറെ കുറയ്ക്കാനൊക്കെ പറ്റും അതൊക്കെ സ്ഥാപിച്ചു കഴിയും. പക്ഷെ നല്ല പൈസ ചെലവാണ്. അതേപോലെ പ്രാദേശിക അടുത്ത് നോക്കാം. പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സൗരോർജം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം. സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ താപം എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഊഷ്ണമാപിനിയെ പറ്റി പഠിക്കാം. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട, എന്താ ഇത് ഊഷ്ണമാപിനി എന്ന് പറയുന്നത്? നമ്മുടെ തെർമോമീറ്റർ ഇല്ലേ, ഈ തെർമോമീറ്ററിനെ പറയുന്ന മലയാളത്തിൽ പറയുന്ന പേരാണ് ഊഷ്ണമാപിനി എന്ന് പറയുന്നത്. തെർമോമീറ്ററിന്റെ മലയാള നാമം എന്താണ്? ഊഷ്ണമാപിനി. അന്തരീക്ഷ താപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഊഷ്ണമാപിനി, തെർമോമീറ്റർ. നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു എന്താണ് ബേസിക് പോയിന്റ് ആണ്. അന്തരീക്ഷ താപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഊഷ്ണമാപിനി, തെർമോമീറ്റർ. തെർമോമീറ്ററിൽ താപം രേഖപ്പെടുത്തുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഡിഗ്രി സെൽഷ്യസിലും പിന്നെ ഒന്ന് ഡിഗ്രി ഫാരൻഹീറ്റിലും. തെർമോമീറ്ററിൽ താപം രേഖപ്പെടുത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഡിഗ്രി സെൽഷ്യസിലും ഒന്ന് ഡിഗ്രി ഫാരൻഹീറ്റിലുമാണ് രേഖപ്പെടുത്തുന്നത്. ഊഷ്ണമാപിനി, തെർമോമീറ്റർ. അന്തരീക്ഷ താപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഊഷ്ണമാപിനി. തെർമോമീറ്ററിൽ താപം രേഖപ്പെടുത്തുന്നത്, അതായത് ഊഷ്ണമാപിനിയിൽ താപം രേഖപ്പെടുത്തുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. ഡിഗ്രി സെൽഷ്യസ് എന്താ? ഇങ്ങനെയാണ് കേട്ടോ. ഒരു സി ഇട്ടിട്ട് മുകളില് ഇടതുവശത്തായിട്ടാണ് ഒരു ചെറിയൊരു ഡോട്ട് ഇടും. പിന്നെ ഡിഗ്രി ഫാരൻഹീറ്റും അതേപോലെ തന്നെ എഫ് ഇട്ടിട്ട് എന്താണ് ഇടതുവശത്ത് ഒരു ഡോട്ട് ഇടും. അതാണ് ഇതിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ തെർമോമീറ്ററിൽ താപം രേഖപ്പെടുത്തുന്നത് ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലുമാണ്. പിന്നെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉണ്ട്. അതെന്താ സംഭവം എന്ന് അറിയാം നിങ്ങൾക്ക്? അതായത് എന്തായാലും താപം എന്ന് പറയുമ്പോൾ അതിന് കൂടുതലും ഉണ്ടാവും, അതിന് കുറവുണ്ടാവും. അതായത് സൂര്യോദയത്തിന് തൊട്ട് മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായി കാലാവസ്ഥ നിരീക്ഷകർ പരിഗണിക്കുന്നത്. ഒരു ബേസിക് ഫാക്ട്സ് ആണ്, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ സൂര്യോദയത്തിന് തൊട്ട് മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ്, സൂര്യൻ ഉദിച്ചു വരുന്ന ഇങ്ങനെ ഒരു ടൈമിൽ അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായി കാലാവസ്ഥ നിരീക്ഷകരൊക്കെ കണക്കാക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ കുറഞ്ഞ മുൻപ് അനുഭവപ്പെടുന്ന താപനില, അതാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില എന്ന് പറയുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനില എന്ന് പറയുന്നത്. അടുത്തത് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ വായു ചൊലുത്തുന്ന ഭാരമാണ് എന്ത്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. എന്ത്? അന്തരീക്ഷ വായു ചൊലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? മർദ്ദമാപിനി, അതായത് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്?
മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. മർദ്ദമാപിനിയുടെ ഇംഗ്ലീഷ് പേരാണ് ബാരോമീറ്റർ കേട്ടോ. മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകാങ്കങ്ങൾ ഏതൊക്കെയാണ്? ഹെക്ടോ പാസ്കലും മില്ലി ബാറും. മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകാങ്കങ്ങളാണ് ഏത്? ഹെക്ടോ പാസ്കലും മില്ലി ബാറും. തെർമോമീറ്ററിൽ താപം രേഖപ്പെടുത്തുന്ന ഏകാങ്കങ്ങൾ ഏതൊക്കെയായിരുന്നു? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും. എന്നാൽ ബാരോമീറ്ററിൽ, അതായത് എന്താണ്, മർദ്ദമാപിനിയിൽ രേഖപ്പെടുത്തുന്നത് ഹെക്ടോ പാസ്കലും മില്ലി ബാറുമാണ് കേട്ടോ. അപ്പൊ അന്തരീക്ഷ വായു ചൊലുത്തുന്ന ഭാരം എന്താണ്? അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകാങ്കങ്ങൾ ഏതൊക്കെയാണ്? ഹെക്ടോ പാസ്കലും മില്ലി ബാറും. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് വായുവിനെ പറ്റിയിട്ട് പഠിക്കാം. വായുവിന്റെ ചലനം. സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിന്റെ ചലനം അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? വായു പ്രവാഹങ്ങളാണ്. എയർ കറന്റ്സ് എന്ന് പറയും കേട്ടോ അതിന് ഇംഗ്ലീഷില്. സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിന്റെ ചലനം അറിയപ്പെടുന്നത് വായു പ്രവാഹങ്ങൾ. ഇംഗ്ലീഷിൽ പറയാം എയർ കറന്റ്സ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പേര് പഠിച്ചില്ലെങ്കിലും സാരമില്ല, എന്താണ് മലയാളം വായു പ്രവാഹങ്ങൾ എന്നുള്ളത് ഓർത്തു വെക്കുക. വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായു മർദ്ദം എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. എന്താണ്? വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായുമർദ്ദം കുറയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു, സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ താപം കുറയാണ് ചെയ്യുക. അതേപോലെ തന്നെ വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായുമർദ്ദവും കുറയാണ് ചെയ്യുന്നത് കേട്ടോ. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ ചലനം എന്താണ്? കാറ്റ്. മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ. അപ്പൊ മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായുവിന്റെ ചലനത്തെ പറയുന്നതാണ് കാറ്റ്. കാറ്റ് വീശ, അതാണ് സംഭവം. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണെന്നറിയോ? കാറ്റിന്റെ വേഗത അളക്കാൻ വരെ നമുക്ക് ഉപകരണം ഉണ്ട്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. ഇനി മറക്കരുത് കേട്ടോ, അതൊക്കെ ഒരു ബേസിക് ഫാക്ട്സ് ആണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതായത് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അനിമോമീറ്റർ ആണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം. കാറ്റിന്റെ ദിശ അറിയുന്നതിന് സഹായിക്കുന്ന ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ. വിൻഡ് വെയിൻ ട്ടോ. കാറ്റിന്റെ ദിശ അറിയുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. ഒറ്റ വാക്കാണ്, പറയുമ്പോൾ വിൻഡ് വെയിൻ ഇങ്ങനെ പറഞ്ഞു പോകും. എന്താണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാക്കി ഞാൻ പറഞ്ഞത്. ഒറ്റ വാക്കാണ് വിൻഡ് വെയിൻ എന്നാണ് പറയുന്നത്, വിൻഡ് വെയിൻ. അപ്പോ നോക്കാം, വായുവിന്റെ ചലനം. ഓക്കെ, അപ്പൊ സൂര്യതാപത്താൽ സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിന്റെ ചലനം അറിയപ്പെടുന്നത് എന്താണ്? വായു പ്രവാഹങ്ങൾ. വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായുമർദ്ദം എന്താ ചെയ്യുന്നത്? കുറയുന്നു. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ ചലനം കാറ്റ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാ? അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ അറിയുന്നതിന് സഹായിക്കുന്ന ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ. ഇനി ഓക്കെ, ഇനി നമുക്ക് കാറ്റാടി യന്ത്രങ്ങളെ പറ്റിയിട്ട് പഠിക്കാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കാറ്റാടി യന്ത്രങ്ങള്. നമ്മള് സിനിമയിലാണെങ്കിൽ കൂടിയിട്ട് കണ്ടിട്ടുണ്ടാകും, എന്താണ് നേരിട്ട് കണ്ടിട്ടുള്ളവരും ഉണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ച് ചില ബേസിക് ഫാക്ട്സ് ഉണ്ട്. അതായത് ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നത് ആണ് കാറ്റാടി യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കാറ്റിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. അതിനുവേണ്ടി സഹായിക്കുന്ന യന്ത്രമാണ് എന്ത്? കാറ്റാടി യന്ത്രങ്ങള്. ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നതാണ് കാറ്റാടി യന്ത്രങ്ങൾ. ഈ തമിഴ്നാട്ടിൽ പഴനിക്കൊക്കെ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ കാറ്റാടി യന്ത്രങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ.
പാരമ്പര്യാന്തര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് എന്ത്? കാറ്റാടി. അതായത് പരമ്പരാഗതമായിട്ടുള്ള ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് എന്ത്? കാറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് മുതലേ അപ്പൊ കാറ്റിൽ നിന്ന് എന്തുണ്ടായിരുന്നു? വൈദ്യുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചു ഊർജോൽപാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. പക്ഷെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടുമാണ് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ കേട്ടോ. കാറ്റാടി യന്ത്രങ്ങൾ ശക്തിയായും തുടർച്ചയായും കാറ്റുവീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുത ഉൽപാദനത്തിന് സഹായിക്കുന്നത് എന്താണ്? കാറ്റാടി യന്ത്രങ്ങളാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണെന്ത്? കാറ്റ്. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ എന്താണ്? ഒന്ന് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടും പിന്നെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടും. അടുത്ത നമുക്ക് ആർദ്രത എന്താന്ന് പഠിക്കാം. ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇംഗ്ലീഷിൽ ഹ്യൂമിഡിറ്റി എന്നാണ് കേട്ടോ. ആർദ്രത, ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് എന്ത്? ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തെയാണ് ആർദ്രത എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അന്തരീക്ഷ താപവും ഭൂമിയിലെ ജലലഭ്യതയുമാണ്. ഒരു പ്രദേശത്തെ ആർദ്രതയെ, അതായത് ഹ്യൂമിഡിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം, അതേപോലെ തന്നെ ഭൂമിയിലെ ജലലഭ്യതയും. ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നറിയോ? ആർദ്രതാമാപിനി. എന്താണ് ആർദ്രതാമാപിനി എന്ന് പറയുമ്പോൾ ഹൈഗ്രോമീറ്റർ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വാചകം പറയുന്നത്. ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആർദ്രതാമാപിനി, ഹൈഗ്രോമീറ്റർ എന്നാണ് ഇംഗ്ലീഷ് വചനം. അപ്പോ എന്താണ് ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ത്? അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആർദ്രതാമാപിനി, ഹൈഗ്രോമീറ്റർ. അടുത്തത് നമുക്ക് നമ്മുടെ ഹ്യൂമിഡിറ്റി പഠിച്ചു. അപ്പൊ നമുക്ക് കണ്ടൻസേഷൻ എന്തായാലും പഠിച്ചല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ ഒന്നിച്ച് നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ചിരുന്ന ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, കണ്ടൻസേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ പലതും. ഇനി നമുക്ക് എന്തായാലും കണ്ടൻസേഷൻ, അത് ഹ്യൂമിഡിറ്റി കഴിഞ്ഞു. ഇനി കണ്ടൻസേഷൻ എന്താണ്? അതായത് കണ്ടൻസേഷന്റെ മലയാളമാണ് ഘനീകരണം. നമ്മൾ ഘനീകരണം എന്നാണ് ഇനി മുതൽ പഠിക്കാൻ പോകുന്നത്. ഘനീകരണം. എന്താണ് ഘനീകരണം? നീരാവി തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം. എന്ത്? നീരാവി തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രക്രിയ. മറ്റേതെന്തായിരുന്നു? ഹ്യൂമിഡിറ്റി. ആർദ്രത എന്തായിരുന്നു? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമായിരുന്നു. എന്നാൽ ഘനീകരണം, അതായത് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രക്രിയ. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയയുടെ വേഗത എന്താ? കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയയുടെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. ഐസ് കഷ്ണങ്ങൾ നിറച്ച ഗ്ലാസിന് ചുറ്റും ജലകണികകൾ കാണപ്പെടുന്നതിന് അവ താഴേക്ക് വീഴുന്നതിനുമുള്ള കാരണം എന്താണെന്നറിയാം. ഇപ്പൊ നമ്മള് ഐസൊക്കെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാൻ കഴിയും. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ ജലകണികകൾ പുറത്തേക്ക് ഇങ്ങനെ വരുന്നതും പിന്നെ എന്താണ് അവ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഉറ്റിട്ട് വീഴുന്നത് കണ്ടു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചെറുപ്പത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, നമ്മൾ ഐസ് ഇട്ടത് ഗ്ലാസ്സിൽ, പക്ഷെ പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത്. ഇപ്പൊ എങ്ങനെയാ സംഭവിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിന് കാരണം എന്താണെന്നറിയോ? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിന്റെ തണുത്ത പ്രതലങ്ങളിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികകളായി മാറി ഗ്ലാസിന് ചുറ്റും പറ്റിപ്പിടിക്കുന്നു. കൂടുതൽ ഘനീഭവിക്കുന്നതിലൂടെ, അതായത് കൂടുതൽ ഘനീഭവിക്കുന്നതിലൂടെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുന്നതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അവ താഴേക്ക് വീഴുന്നു. നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് എഫക്ട്, അതായത് ഗുരുത്വാകർഷണം ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ എന്ത് വീണാലും താഴേക്ക് പോകുന്നത്. അതായത് എന്ത് വീണാലും മുകളിലേക്ക് പോകില്ലല്ലോ. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. അതായത് ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണം ഉണ്ട് എന്ന് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. അദ്ദേഹം ആപ്പിളിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് ആലോചിച്ചുണ്ടാക്കിയതാണല്ലോ. അപ്പോ അതേപോലെ തന്നെ എന്താണ് അതാ സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് ഈ വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുന്നതിന് കാരണം എന്താണ്? ഗുരുത്വാകർഷണമാണ്. എന്താണ്? ഒന്നുകൂടി പറയാം.
ഐസ് കഷ്ണങ്ങൾ നിറച്ച ഗ്ലാസിന് ചുറ്റും ജലകണികകൾ കാണപ്പെടുന്നതിനും അവ താഴേക്ക് വീഴുന്നതിനുമുള്ള കാരണം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിന്റെ തണുത്ത പ്രതലങ്ങളിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികകളായി മാറി ഗ്ലാസിന് ചുറ്റും പറ്റിപ്പിടിക്കുന്നു. കൂടുതൽ ഘനീഭവിക്കുന്നതിലൂടെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുന്നതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അവ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഘനീകരണം. നീരാവി തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രക്രിയ എന്താ? ഘനീകരണം. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയയുടെ വേഗത എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്, കൂടുന്നു. ഇനി ഘനീകരണ രൂപങ്ങളാണ്. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ, അതായത് കണ്ടൻസ്ഡ് ആകുന്നതിലൂടെ രൂപപ്പെടുന്നത് എന്തൊക്കെയാണ്? മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം. ഇത് മൂന്നുമാണ് കേട്ടോ. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ രൂപപ്പെടുന്നത് എന്തൊക്കെയാണ്? മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം. മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന ജലകണികകൾ കൂടി ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ മേഘങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്? മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ് ഇംഗ്ലീഷിൽ കേട്ടോ. അതായത് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന ജലകണികകൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. താഴ്വരകളിലും ജലാശയങ്ങൾക്കു മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ്. നമ്മൾ ശ്രദ്ധിച്ച് രാവിലെ എന്താ അതിരാവിലെയൊക്കെയാണ് സാധാരണ കാണാൻ, അല്ല തണുപ്പുള്ള എപ്പോഴും തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അതായത് ഈ ജലാശയങ്ങളുടെ തൊട്ടുമുകളിൽ ഇങ്ങനെ പുക പോലെ ഇങ്ങനെ ഒരു സംഭവം കാണാൻ. ആരെങ്കിലും പുകയിട്ടോന്നല്ല, അത് ഈ സംഭവമാണ്. അതായത് മൂടൽമഞ്ഞാണ്. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ്. ജലകണികകളാണ് തങ്ങി നിൽക്കുന്നത് പുക പോലെ. നമ്മൾ വിചാരിക്കും അടുത്താരെങ്കിലും പുകയിട്ടിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ പുക തങ്ങി നിൽക്കുന്നത്. എൻ്റെ ഒക്കെ വിചാരം പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് എന്തോ പുകയിട്ടിട്ട് ആ പുക വന്നിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായിരിക്കും എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുനാളിലെ ഓരോ പൊട്ടത്തരങ്ങള്. പക്ഷെ സംഭവം ഇതായിരുന്നു. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ്. മൂടൽമഞ്ഞിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ഫോഗ്. തണുപ്പുള്ള പ്രതലങ്ങളിൽ, പുൽനാമ്പുകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് തുഷാരം, ഡ്യൂ എന്ന് പറയും. അത് നമ്മൾ അതിരാവിലെ എണീറ്റ് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള പുല്ലിന്റെ ഇടയിൽ കൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയോ കാര്യങ്ങളോ ഒന്നും പെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു തണുത്ത അന്തരീക്ഷമായിരിക്കും. ആ സമയത്ത് നമ്മുടെ കാലിൽ ഇങ്ങനെ വെള്ളം പറ്റും. അപ്പൊ ഈ മഴ പോലും പെയ്യാതെ എങ്ങനെ ഇപ്പൊ വെള്ളം വരുന്നത്? അതിനുള്ള കാരണമാണ് തണുപ്പുള്ള പ്രതലങ്ങളിൽ, പുൽനാമ്പുകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് തുഷാരം എന്ന് പറയുന്നത്. അത് ഈ കണ്ടൻസേഷൻ, ഘനീകരണം മൂലമാണ് സംഭവിക്കുന്നത് കേട്ടോ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന ജലകണികകൾ കൂടി ചേർന്ന് രൂപം കൊള്ളുന്നത് എന്താണ്? മേഘങ്ങൾ. താഴ്വരകളിലും ജലാശയങ്ങൾക്കു മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം എന്താണ്? മൂടൽമഞ്ഞ്. തണുപ്പുള്ള പ്രതലങ്ങളിൽ, പുൽനാമ്പുകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രതിഭാസമോ? തുഷാരം. അടുത്തത് വർഷണം എന്നുള്ളത് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ തുടർച്ചയായ ഘനീകരണം മൂലം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്? വർഷണം എന്ന് പറയുന്നത്. എന്താണ് വർഷണം? തുടർച്ചയായ ഘനീകരണം, അതായത് കണ്ടൻസേഷൻ മൂലം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വർഷണം. വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം, ഇവയൊക്കെയാണ് വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം എന്നൊക്കെ ഉള്ളത്.
ഇനി ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ. നമുക്ക് ഏവർക്കും അറിയാം. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണം ഏതാണ്? മഞ്ഞ് വീഴ്ച. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം ഏതാണ്? ആലിപ്പഴം. നമുക്കൊക്കെ ആലിപ്പഴം വീഴുമ്പോ ഭയങ്കര, നമുക്ക് ഇവിടെ ഇപ്പൊ മഞ്ഞ് വീഴ്ച നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇല്ലല്ലോ, മറിച്ച് മഞ്ഞ് കട്ടകൾ ആലിപ്പഴം വീഴുമ്പോൾ നമുക്ക് നല്ല രസമാണ്. പക്ഷെ ചില നാടുകളിൽ അത് ദുരന്തമാണ്. അതായത് ഈ വലിയ വലിയ കട്ടകളാണ് ചില നാടുകളിൽ വീഴുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ആലിപ്പഴം വിതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഐസ് കഷ്ണങ്ങളല്ല, അവിടെ വലിയ വലിയ കല്ല് രൂപത്തിലുള്ള കട്ടകളായിരിക്കും വീഴുക. അത് വീണ് പലരും മരിക്കലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ വീടുകൾക്കും ബിൽഡിങ്ങുകൾക്കും സംഭവിക്കുന്നുണ്ട്. നമുക്കത് കൗതുകമാണെങ്കിൽ പല നാടുകളിലും അത് ദുരന്തമാണ്. അപ്പോ ഇതാണ് വർഷണം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി മൂലം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വർഷണം. വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം എന്താണ്? മഴ. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണം മഞ്ഞുവീഴ്ച. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമോ ആലിപ്പഴം. ഇനി മഴ മാപ്പിനി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നമുക്ക് പഠിക്കണം. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴ മാപ്പിനി. അപ്പൊ മഴ അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? മഴ മാപ്പിനി. മഴ രേഖപ്പെടുത്തുന്ന ഏകാംഗങ്ങളാണ് എന്ത്? സെന്റിമീറ്ററും ഇഞ്ചും. ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു, ഇത്ര ഇഞ്ച് മഴ പെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കലില്ലേ? അപ്പൊ മഴ രേഖപ്പെടുത്തുന്ന ഏകാംഗങ്ങളാണ് സെന്റിമീറ്ററും ഇഞ്ചും എന്ന് പറയുന്നത്. അപ്പൊ മഴ അളക്കുന്നതിന് മഴ മാപ്പിനിയും മഴ രേഖപ്പെടുത്തുന്നത് സെന്റിമീറ്ററിലും ഇഞ്ചിലുമാണ്. ഇതാണ് മഴമാപ്പിനി. മഴ അളക്കുന്നതിനുള്ള ഉപകരണം മഴമാപ്പിനി. മഴ രേഖപ്പെടുത്തുന്ന ഏകങ്ങൾ സെന്റിമീറ്ററും ഇഞ്ചും. ഇനി ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി, അതായത് വെതർ എന്ന് പറയും ഇംഗ്ലീഷില്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഇപ്പൊ നമ്മുടെ ഫോണിൽ എടുത്ത് നോക്കിയാൽ ഇത്ര ശതമാനം വെതർ ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്, അതായത് തണുപ്പാണോ ചൂടാണോ എന്നുള്ളത് നമുക്ക് മൊബൈലിൽ കാണിച്ചു തരാം. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. ഈ പ്രത്യേകിച്ച് മഴക്കാലം ചൂടുകാലം ഒക്കെ വരുന്ന സമയത്ത് എടുത്തു നോക്കിയാൽ അത് ഓട്ടോമാറ്റിക്കലി വെതറിന്റെ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഓൺ ആണെങ്കിൽ അത് കാണിച്ചു തരും. അതേപോലെ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്, അതായത് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ എന്ന് പറയും. അതേപോലെ ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി എന്താണ്? കാലാവസ്ഥ, ക്ലൈമറ്റ് എന്ന് പറയും. ഇനി അടുത്തത്, ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങളാണ് എന്ത്? അത് 2 പോയിന്റ്സ് ഉണ്ട്. ഇത് രണ്ടിനും ഒരൊറ്റ ആൻസർ ആണ്. അതായത് ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങളും പിന്നെ അതേപോലെ തന്നെ അന്തരീക്ഷ താപ വർധനവിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളും ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. അതേപോലെ അന്തരീക്ഷ താപ വർധനവിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും അതിനെ പറ്റിയിട്ട് പഠിക്കുന്ന, അതായത് നമുക്ക് സൗരതാപനം പറഞ്ഞ സൗരയുധത്തെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് സൗരത്തിൽ നിന്നിട്ട് സൗര അന്തരീക്ഷത്തിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന താപങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താന്നുള്ളതിന്റെ ഒരു വിശദീകരണമായിരുന്നു ഈ ഒരു ചാപ്റ്ററിലൂടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ 2 ചാപ്റ്റേഴ്സ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ എഴുതി, ഞാൻ ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കാം. അതല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ താഴെ ചോദിച്ചാലും മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.